ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കസ്റ്റമൈസ്ഡ് ഹെയർ ബാൻഡ് വീഡിയോ ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ്. ഇതിനെടുത്തിരിക്കുന്നത് 5mm ബീഡ്സ് ആണ്. ഒപ്പം ഞാൻ മെറ്റാലിക് ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 2 ബട്ടർഫ്ലൈയുടെ നമുക്കത് മേടിക്കാൻ കിട്ടും. പിന്നെ 2 ഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 5mm ബീഡ്സ് 2 ലെയറാണ് ഞാൻ പൂർണ്ണമായി കോർത്തെടുക്കുന്നത്. 0.4ൻ്റെ നമ്മുടെ വയറിൽ ഫുൾ 2 ലെയർ കംപ്ലീറ്റ് ആയിട്ട് കോർത്തു. എന്നിട്ട് അതിൻ്റെ ഒരു എഡ്ജ് ഞാനൊരു ബീഡ്സ് കൊണ്ട് ലോക്ക് ചെയ്തു. അടുത്ത എഡ്ജ് നമ്മുടെ ഹെയർ ബാൻഡിൽ സൈഡിൽ നന്നായിട്ട് 2-3 പ്രാവശ്യം നല്ല ടൈറ്റായിട്ട് അങ്ങ് ലോക്ക് ചെയ്യണം. അല്ലെങ്കിൽ അത് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം 2 ബീഡ്സ് വെച്ചിട്ടാണ് ഞാൻ ഓരോ വരിയും ചുറ്റിയെടുക്കുന്നത്. നന്നായിട്ട് പിന്നെ ഇതിൻ്റെ പുറത്ത് ഞാനിനി സ്റ്റോൺ ചെയിൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് മൂവ് ആവാത്ത രീതിയിൽ കുറച്ച് നന്നായിട്ട് തന്നെ ടൈറ്റാക്കി ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ വയർ പൊട്ടയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്ന ചെറിയ ബീഡ്സല്ലേ നമ്മൾ പിടിച്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ട് അവിടെ ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പൊന്നും വരാതെ നല്ല രീതിയിൽ നല്ല ഫിനിഷിങ്ങോടെ തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഓരോ പ്രാവശ്യം നമ്മളതങ്ങനെ എടുക്കുമ്പോൾ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അഥവാ ടൈറ്റ് ആയില്ലെങ്കിൽ ഒന്നുകൂടെ അതിനെ എടുത്തിട്ട് ഒന്നുകൂടെ ടൈറ്റാക്കി അങ്ങ് ചെയ്യുക. നമ്മളന്ന് 2-3 പ്രാവശ്യം അതങ്ങ് ചെയ്ത് വരുമ്പോൾ നല്ല ഫാസ്റ്റായിട്ട് തന്നെ നമുക്കതങ്ങ് ഫിനിഷ് ചെയ്യാൻ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളത് ചുറ്റി വരുമ്പോൾ ഗ്യാപ്പ് വരും കേട്ടോ. ആ ഗ്യാപ്പ് കവർ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ, നമുക്കത് ഇനി അടുത്ത് അതിൻ്റെ മേലിൽ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു വൃത്തികേടായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ഏതുവരെയാണോ നമ്മൾ ആ ഫ്ലവർ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പോർഷൻ വരെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഈ ബീഡ്സ് ഇങ്ങനെ കവർ ചെയ്യുക. എന്നിട്ട് അവിടെ 2-3 പ്രാവശ്യം അങ്ങ് ചുറ്റി ആ ബാലൻസ് വയറിന് നിർത്തുക. അതിനുശേഷം ഞാൻ നമ്മുടെ ഫ്ലവറിനെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് അവിടെ പേസ്റ്റ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ വെച്ച് നന്നായിട്ടൊന്ന് പെട്ടെന്ന് പേസ്റ്റ് ആയി കിട്ടും. അതുകൊണ്ട് ആ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതുപോലെ ആ 2 ഫ്ലവറിനെ ഞാൻ അവിടെ പേസ്റ്റ് ചെയ്ത് വയ്ക്കുന്നു. ഇതിൻ്റെ പുറകിൽ നമുക്ക് ഫെൽറ്റ് ഷീറ്റ് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഒട്ടിക്കാം കേട്ടോ. ഞാനിവിടെ ഒട്ടിച്ചിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ അതും ചെയ്യാം അതിൻ്റെ ഒപ്പം. അതിനുശേഷം 2 ബട്ടർഫ്ലൈയും 2 സൈഡിലേക്ക് കുറച്ചുകൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കസ്റ്റമൈസേഷൻ. അവർക്ക് ബട്ടർഫ്ലൈ വെച്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 2 ബട്ടർഫ്ലൈ 2 സൈഡിലേക്ക് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ഈ കുഞ്ഞ് ബീഡ്സ് വെച്ചിട്ട് പോളൻ പോലെ ചെയ്ത് ഇതിൻ്റെ ഇടയിൽ കൊടുക്കാം. അത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആവും. ഇത് ഞാൻ വീണ്ടും സ്റ്റോൺ ചെയിനൊക്കെ ഇതിൽ വീണ്ടും കൊടുക്കുന്നത് കൊണ്ടാണ് അത് കൊടുക്കാത്തത്. എന്നിട്ട് ഇതുപോലെ ആ ബാലൻസ് നിന്ന വയറിനെ ഒന്നുകൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിതുപോലെ ചുറ്റി എടുത്തിട്ട് ഒന്നുകൂടെ ഞാനവിടെ ബീഡ്സിൻ്റെ പുറത്താണ് ഒരു സൈഡിൽ ഞാൻ നമ്മുടെ ബട്ടർഫ്ലൈ കൊടുത്തത്. അപ്പോൾ ആ ബട്ടർഫ്ലൈ ബീഡ്സിൻ്റെ പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനെ ഞാൻ ഇളക്കിയെടുത്തിട്ട് ആ ബീഡ്സ് കവർ ചെയ്തിട്ട് ഞാൻ അവിടെ ബട്ടർഫ്ലൈയെ കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കുറച്ച് നല്ല ഫിനിഷിംഗ് ആയിട്ട് തോന്നി. കാരണം ബട്ടർഫ്ലൈ കുറച്ചൊന്ന് പൊങ്ങി മേലോട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അതുകൊണ്ടാണ് അത് ഇളക്കിയിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. സെയിം പ്രോസസ്സ് നമ്മൾ എങ്ങനെ ചെയ്തോ അതുപോലെ ഞാനതങ്ങ് ബാക്കി അങ്ങ് ചെയ്തു. പിന്നെ എപ്പോഴും നമ്മളിത് ചെയ്ത് നിർത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. വേറൊന്നുമല്ല, നമ്മളുടെ ഹെയർ ബാൻഡ് 2 സൈഡും ഈക്വലാണോ, അതെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്യണം. അല്ല എങ്കിൽ പറ്റുന്ന പ്രശ്നമെന്ന് പറയുമ്പോൾ നമ്മളിത് ഫിനിഷ് ചെയ്ത് എല്ലാം കട്ട് ചെയ്ത് ടൈ ചെയ്യും. അതിനുശേഷം നോക്കുമ്പോൾ ഒരു സൈഡ് കയറിയിരിക്കും, ഒരു സൈഡ് ഇറങ്ങിയിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ വീണ്ടും ഹെയർ ബാൻഡിലേക്ക് വീണ്ടും ടൈ ചെയ്ത് വെക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വൃത്തികേടുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ 2 സൈഡും ഈക്വൽ ആണോ എന്ന് നോക്കിയിട്ട്, ചിലപ്പോൾ നമുക്ക് ബീഡ്സ് കൂടുതൽ വരും, ചിലപ്പോൾ വേണമെങ്കിൽ ബീഡ്സ് കോർത്തിട്ട് നമുക്ക് അതിൻ്റെ കാരണം നമ്മുടെ അതിൽ വയറിൻ്റെ നീളം കാണും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമുക്കത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് അത് ടൈ ചെയ്ത് നന്നായിട്ട് ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് വയർ ചുറ്റിയിട്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് വേണമെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിലും നമുക്ക് എൻഡ് ഗ്യാപ്പ് കൊടുക്കാം. എൻഡ് ടാപ്പാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സാറ്റിൻ റിബൺ വെച്ച് നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ ഇത് കൊടുക്കുമ്പോഴാണ് അത് കറക്റ്റ് ഒരു ഫിനിഷിങ്ങോടെ നിൽക്കുന്നത്. സാറ്റിൻ റിബൺ ആയാലും നമുക്ക് ഗ്ലൂ കൊടുത്തിട്ട് അതിനൊന്ന് ജസ്റ്റ് കവർ ചെയ്ത് വെച്ചാൽ മതി. നല്ല മനോഹരമായിരിക്കും. അത് സെയിം കളറിലുള്ളത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത് ചെയ്യുന്നത് ഈ ബട്ടർഫ്ലൈയുടെ സെൻറ്ററിലേക്ക് നമ്മുടെ സ്റ്റോൺ ചെയിനില്ലേ, ആ സ്റ്റോൺ ചെയിൻ കൊടുത്ത് ഈ സ്റ്റോൺ ചെയിനിന് പകരം ബീഡ്സ് കൊടുത്താലും മതിയാവും. വൈറ്റ് കളർ ബീഡ്സ് ഉണ്ടെങ്കിലോ വൈറ്റ് കളർ സ്റ്റോൺ ഉണ്ടെങ്കിലോ മതിയാവും. പിന്നെ ഞാൻ സ്റ്റോൺ ചെയിൻ സൈഡ് കവർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അവിടെ സ്റ്റോൺ ചെയിൻ അങ്ങ് കൊടുത്തു പോയത്. ബീഡ്സ് ആയാലും വളരെ നല്ല മനോഹരമായിരിക്കും കേട്ടോ. ഇതുപോലെ ഒരു ചെറിയൊരു പീസ് ആ സെൻറ്ററിലേക്ക് കുറച്ചുകൂടെ ഒന്ന് നമുക്കൊരു ഭംഗി കൂട്ടാനായിട്ട് ചെയ്തതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ബീഡ്സ് വേണമെങ്കിൽ ബീഡ്സ്, സ്റ്റോൺ വേണമെങ്കിൽ സ്റ്റോൺ, എന്താണെന്ന് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. പോളൻസ് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിലൊക്കെ കൊടുക്കാം. വളരെ മനോഹരമായിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ.
അടുത്ത സൈഡിലേക്കും കൊടുക്കുക. അതിനൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമ്മളെ ബീഡ്സിൻ്റെ സെൻറ്ററിലേക്ക്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോൺ ചെയിൻ പല കളറിൽ അവൈലബിൾ ആണ് കേട്ടോ, പല കളറിൽ സിൽവർ, ഗോൾഡ്. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഗോൾഡൻ കളറാണ്, കാരണം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വയർ എല്ലാം ഗോൾഡ് കളറാണ്. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഗോൾഡൻ സ്റ്റോൺ ചെയിനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ സെൻറ്ററിലേക്ക് ഈ ഞാൻ പറഞ്ഞില്ല, 2 ബീഡ്സിൻ്റെ ആ ഗ്യാപ്പ്, സെൻറ്ററിലൊരു ഗ്യാപ്പുണ്ട്. തീരെ വലുതല്ല ഞാൻ കൊടുക്കുന്നത്, സ്മോൾ സ്റ്റോൺ ചെയിനാണ്. ഇതുപോലെ ഫുള്ളായിട്ട് അങ്ങ് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിനും എൻഡിങ്ങിനും കറക്റ്റായിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രം മതിയാവും, വേറെ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. പിന്നെ അത് തീരെ അടുക്കി വെക്കുന്നവരാണെങ്കിൽ ആ അടുക്ക് കറക്റ്റായിട്ട്, ആ സ്റ്റോൺ ചെയിൻ്റെ ഗ്യാപ്പ് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ എഡ്ജ് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആ എഡ്ജിൽ തന്നെ വെച്ച് കട്ട് ചെയ്യാൻ ശ്രമിക്കുക, എന്നാൽ വളരെ മനോഹരമായിട്ട് നിൽക്കും. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുമ്പോൾ ഈ നമ്മുടെ ഹെയർ ബാൻഡ് കുറച്ചുകൂടെയൊക്കെ എന്താ പറയുക മനോഹരമായിട്ട് മാറുന്നത്. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ആ സൈഡ് ചെയ്തു, ഇപ്പുറത്തെ സൈഡും ഒരുപോലെ. ഇനി നിങ്ങൾക്ക് ഈ ഫ്ലവറും ഈ ഹെയർ ബാൻഡ് ഫ്ലവറും ബട്ടർഫ്ലൈയും സെൻറ്ററിലാണ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഒരു പ്രത്യേക നമുക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. നോക്കി, അത് ഭയങ്കര രസമാണ് കേട്ടോ അത് കാണാനൊക്കെ. അപ്പോൾ ആ ബട്ടർഫ്ലൈക്ക് ഇങ്ങനെ എടുത്ത് കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.